നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഫാൻസുകൾ മത്സരിച്ച് ഫ്ലെക്സുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഫ്ലെക്സ് ആരാണ് വെക്കുന്നത് എന്നുള്ള മത്സരമാണ്. എങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഒരു ഫ്ലെക്സ് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കുക. എത്ര കപ്പെടുത്ത ടീമാണ് നമ്മളൊക്കെ. സത്യം. ഒരു കളി ജയിക്കണമെങ്കിൽ പാടുപെടും നമ്മൾ. ആ മനു കൊണ്ട് ആ സമയത്ത് എന്ത് കളികൾ നമ്മൾ കളിച്ചു പിടിക്കുന്നത്. അമ്മ ചേട്ടൻ ഇപ്പൊ എവിടെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഫുട്ബോൾ കളിക്കാൻ പോരുന്നത്. നിന്റെ മാമനോട് വിസ അയച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത ആഴ്ച വരും. വന്നാ ഉടനെ കേറി പൊക്കോണം. നിന്റെ ചേട്ടന്മാരെ കൂടെ നിലനിൽക്കും. നീ ഇവിടെ കണ്ണിക്കണ്ട പിള്ളേരുടെ ഫുട്ബോൾ കളിച്ച് നടന്നു എന്തെങ്കിലും രക്ഷപ്പെടണമെന്നോ ഞാൻ പറഞ്ഞു പോവാൻ ഫുട്ബോൾ കളി. അല്ലെങ്കിൽ തന്നെ കഴിവുള്ളവന്മാരൊന്നും ലോകം കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലൊക്കെ എന്ത് സപ്പോർട്ടാണ് ഈ സ്പോർട്സിനൊക്കെ ഉള്ളത്. ഈ നാട്ടിൽ ജനിച്ചു പോകാൻ നമ്മുടെ കുഴപ്പം. അല്ലെങ്കിൽ അവനെ പോലത്തെ ഇത്ര പ്ലേയേഴ്സ് ഉണ്ടാകുന്ന അറിയാം നമ്മുടെ നാട്ടിൽ. ഇപ്പൊ തന്നെ ഒരു വേൾഡ് കപ്പ് വന്നാൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യം വേൾഡ് കപ്പ് കളിക്കുന്നു. സത്യം. റൊണാൾഡോനെ മെസ്സിനെ നെയ്മറിനെയൊക്കെ പോലെ എത്ര പ്ലേയേഴ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് സ്വന്തം നാടിന് വേണ്ടി ഒരു വേൾഡ് കപ്പ് പോലും കളിക്കാൻ പോലും ഓർക്കുമ്പോഴാണ്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ലോക ഫുട്ബോൾ താരങ്ങളോട് കിടപിടിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ഇന്ത്യയുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ മത്സരിക്കാൻ പറ്റുന്നില്ല.